8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനുള്ളതാണ് റിയൽ. നിങ്ങൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം പറയാൻ പോകുന്ന കാര്യങ്ങൾ പാരൻസിനോടാണ്. നിങ്ങളുടെ മക്കളുടെ ക്രിസ്മസ് എക്സാമിന് ഒരു 50 ദിവസത്തോളം ബാക്കിയുള്ളൂ. അവരിപ്പോഴും പഠനം എന്ന ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് പലർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ട്രബിൾ, അതായത് സ്കൂൾ ആർട്സ് സ്പോർട്സ് ടൂറൊക്കെ ആയിട്ട് അവർ ജിൽ മൈൻഡിലായതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ട്രബിൾ അവർ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഡോണ്ട് കമ്പയർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളെ യാതൊരു കാരണവശാലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അത് അവരുടെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. പിന്നെ പാരൻസ് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, അവർക്ക് എപ്പോഴും ചെറിയ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. ശരിക്കും ഏറ്റവും വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ്. ആ സെൽഫ് മോട്ടിവേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. നിങ്ങൾ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. ആ മോട്ടിവേഷൻ ഒരിക്കലും അവർക്കൊരു വെറുപ്പിക്കലാവരുത്. നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എടാ നീ വെറുതെ ഇരിക്കണം, ഒന്ന് പഠിക്കുക, മോളെ നീ വെറുതെ ഇരിക്കണം, ഒന്ന് പഠിച്ചുകൂടെ, ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കിക്കൂടെ, അങ്ങനെ ചെറിയ മോട്ടിവേഷൻ കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് മോട്ടിവേഷൻ കൊടുക്കുക. ഒരു കാരണവശാലും അവരെ പഠിക്കാൻ പോകുന്ന സമയത്ത് അനാവശ്യമായി ചീത്ത പറയരുത്. ചിലപ്പോൾ അവർ ഒരു 9 മണിക്കായിരിക്കും പഠിക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ പറയും 9 മണി ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്, അങ്ങനെ ചീത്ത പറഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കരുത്. അവരുടെ കൂടെ നിന്ന് പോസിറ്റീവായിട്ട് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു സപ്പോർട്ടാവുക, അവർക്ക് വേണ്ട മോട്ടിവേഷൻ ആവുക. അപ്പോൾ ഈ രീതിയിൽ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. ഇനി സ്റ്റുഡൻസിനോടാണ് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. എടാ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ നന്നായി പഠിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഏതൊരു ആഗ്രഹം സാധിച്ചു തരുന്ന ആളുകളാണ് നിങ്ങളുടെ പാരൻസ്. നിങ്ങൾക്ക് എന്ത് ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇത് സാധിച്ചു തരാൻ ശ്രമിക്കാറുണ്ട്. ആ പാരൻസ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ പഠിക്കടാ, നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പഠിക്കാൻ കഴിവുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും സ്കില്ലുണ്ടാവും, എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആർട്സോ സ്പോർട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ സ്കില്ല് കണ്ടെത്തി ആ സ്കില്ല് എന്താ നിങ്ങൾ പാരൻസിനെ അറിയിച്ച് ആ സ്കില്ലിലൂടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇനി പഠിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഫേർട്ട് ഇടുക, കഷ്ടപ്പെടുക, റിസൾട്ട് വരും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ റിസൾട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പാരൻസിന് മുതൽ പുഞ്ചിരി വരും. എപ്പോഴെന്നറിയോ, നിങ്ങൾക്ക് എക്സാമിനൊക്കെ ബെസ്റ്റ് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അത് നിങ്ങളുടെ സന്തോഷത്തിനും പാരൻസിനും പുഞ്ചിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഒരു ഹാപ്പിനെസ് ഉണ്ടാവാനും കാരണമോ എഫേർട്ട് ഇട്ടോ പഠിച്ചോ പാരൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്.